ആൾക്കാർ പറയും ഞാൻ എൻ്റെ ഒരു കച്ചവടമുണ്ട്, ചെറിയൊരു കച്ചവടമുണ്ട്, അതൊന്ന് നന്നായ ഇൻഷാ അല്ലാഹ് അതൊരു ലാഭം കിട്ടിയോ അത്യാവശ്യം ആയാൽ ഞാൻ എൻ്റെ പരിപാടിയൊക്കെ നിർത്തി, ഞാൻ കറക്റ്റ് നിസ്കാരത്തിന് വരും, ഞാൻ ഉംറക്ക് ഹജ്ജിനൊക്കെ ഞാൻ ഉണ്ടാവും, ഞാൻ വളരെ സജീവയിക്കാരെന്നാണ്. ഒരു കുന്തുണ്ടാവില്ല. ആ പീടിയുടെ നന്നായ എന്ത് ചെയ്യും? എടക്കരങ്ങാടിയിലെ പീടിയ നന്നായ ചുങ്കത്തറങ്ങാടിയിൽ പീടി തുടങ്ങും. ചുങ്കത്തറങ്ങാടിയിലെ പീടിയ നന്നായ നിലമ്പൂരങ്ങാടിയിൽ ഓൻ്റെ പീടി തുടങ്ങും. നിലമ്പൂരങ്ങാടിയിൽ പീടി എന്നാവും മഞ്ചേരിക്ക് ഇറങ്ങും. മഞ്ചേരി ഉണ്ടായവനോ കൊണ്ടോട്ടിക്ക് പോകും. മഞ്ചേരിയും കൊണ്ടോട്ടിയും ചുങ്കത്തറയൊക്കെ ഉസാറായ ഓൻ ദുബായിൽ ഷോപ്പിടും. ഓനെ തീരെ കിട്ടൂല നിങ്ങൾക്ക്. അതാണ് ദുന്യാവിൻ്റെ അവസ്ഥ. ദുന്യാവോടെ നിൽക്കാൻ വയ്ക്കൂല. ആദമിൻ്റെ മക്കൾക്ക് സ്വർഗത്തിൻ്റെ ഒരു താഴ്വര കൊടുത്താലേ അടുത്ത ചോദ്യം തരവ് രണ്ടാമത്തെ തോടെ എന്നാ ചോദിച്ചാൽ. രണ്ടാമത്തെ തോട് ഒരു കഥ ഉണ്ട്. ഒരു രാജാവ് ചോദിക്കേണ്ട ഒരു സ്ഥലം നാട്ടിൽ വന്നിട്ട് ഇവിടെ ഏറ്റവും സമാധാനമുള്ള മനുഷ്യൻ ആരാന്ന് ചോദിക്കും. അപ്പോൾ എന്തിനേക്കും? ഓൻ്റെ സമാധാനം കെടുത്തി തരാമെന്നാണ്. സമാധാനം കെടുത്തി കാണിച്ചു തരാൻ. അപ്പോൾ ഒരാളെ കാണിച്ചു കൊടുക്കും. ഇയാളാണ് ഈ നാട്ടിലെ എന്തുണ്ടായാലും കുലുങ്ങാത്ത സമാധാനമുള്ളൊരു മനുഷ്യൻ. ഇയാൾക്ക് ഉറക്കം നഷ്ടപ്പെടലിലൊക്കെ ഇയാൾ ഹാപ്പിയാണ്. അങ്ങനെ ഓൻ്റെ പെരൻ്റെ വാതിലൊക്കെ കൊണ്ടുപോയിക്കാണ്ട് ഒരു സ്വർണത്തിൻ്റെ കിഞ്ച് കൊണ്ടുപോയിട്ടു. അത് തുറന്ന് വെക്കും. അങ്ങനെ കെട്ടി തുറന്ന് വെച്ചൊരു കിഞ്ച്. അങ്ങനെ ഈ സാധു രാവിലെ നീച്ച് നോക്കുമ്പോണ്ട് ഒരു കിഞ്ച് തുറന്നിട്ടേക്കുക. നോക്കുമ്പോൾ 99 സ്വർണ്ണ നാണയം. അപ്പോൾ അയാൾ എന്താ വിചാരിച്ചറിയങ്ങൾ? ഒന്ന് പാരെടുത്തുകളല്ലോ. ആരെപ്പോൾ ഒന്നെടുത്ത് ഇപ്പം ഇത് തുറന്ന് കിടക്കാനുള്ളത്. അങ്ങനെ ഈ സാധുവിന് ഒരു പരിപാടി നടക്കില്ല. ഇതിങ്ങനെ ആലോചിച്ചിട്ട് ഉറക്കൂല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് രാജാവ് ആളെ പറഞ്ഞയച്ചു എന്തായി. അപ്പോൾ ഉറക്കല്ലാതെ കുത്തിരിക്കാൻ തന്നെ ആ ഒന്നിവിടെ പോയത് എന്നാണ് ഇപ്പോൾ എൻ്റെ പ്രശ്നം. അതായത് മനുഷ്യൻ്റെ അവസ്ഥയാണ്, നമ്മളെ അവസ്ഥയാണിത്. അപ്പോൾ അതുകൊണ്ട് ദുനിയാവിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ അങ്ങനെയാണ്. അപ്പോൾ അതിൽ